അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്സഹാബത്തി ത്വയ്യിബീൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കണം എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ തൗഫീഖോട് കൂടി വിശുദ്ധ ഖുർആൻ അർത്ഥവും ആശയവുമൊക്കെ ചർച്ച ചെയ്തു പഠിക്കാൻ നമുക്ക് സാധിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഖുർആൻ കൊണ്ട് ഉയർന്ന് ഖുർആൻ ശുപാർശ പറഞ്ഞ് സ്വർഗത്തിലെ ഉന്നത പദവികൾ കരസ്ഥമാക്കുന്ന സൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിലെ 21-ാം അധ്യായം സൂറത്തുൽ അംബിയ ആണ് കഴിഞ്ഞ 10 ക്ലാസുകളിലായി 7 ആയത്തുകൾ നമ്മൾ വിശദീകരിച്ചത്. ഇൻഷാ അല്ലാഹ് ഇന്ന് 8-ാമത്തെ ആയത്താണ് നമ്മൾ ചർച്ചക്കെടുക്കുന്നത്. കഴിഞ്ഞ 7 ആയത്തുകളിലായി ധാരാളം കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയുണ്ടായി. നമ്മൾ അവസാനമായി ചർച്ച ചെയ്ത 2-3 ആയത്തുകളിലുള്ള കാര്യം തന്നെയാണ് 8-ാമത്തെ ആയത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് പറയുന്നത്. പ്രവാചകന്മാരെ നിഷേധിക്കാൻ വേണ്ടി, പരിഹസിക്കാൻ വേണ്ടി, തള്ളിപ്പറയാൻ വേണ്ടി ശത്രുക്കൾ കണ്ട പല ന്യായങ്ങളിലെ ഒന്നായിരുന്നു മാ ഹാദാ ഇല്ലാ ബശറും മിസ്ലുക്കും, ഇവൻ നിങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യൻ മാത്രമല്ലയോ എന്ന കാര്യം. ഒരു അർത്ഥത്തിൽ അത് ശരിയാണെങ്കിലും മറ്റൊരർത്ഥത്തിൽ നമ്മളെപ്പോലുള്ള ഒരു മനുഷ്യനല്ല, മറിച്ച് വഹ്യ് ലഭിക്കുന്ന ഒരു പ്രവാചകനാണ് പ്രവാചകന്മാർ എന്ന് നമ്മൾ പഠിക്കുകയുണ്ടായി. എന്നാൽ ചില വിശേഷണങ്ങളിൽ മനുഷ്യരുടേതായ, നമ്മുടേതായ കാര്യങ്ങൾ മനുഷ്യരായ പ്രവാചകന്മാർക്കും ഉണ്ടാകും എന്നും നമ്മൾ മനസ്സിലാക്കി. എന്നു മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല 7-ാമത്തെ ആയത്തിലൂടെ പറഞ്ഞു, പ്രവാചകരെ, താങ്കളെ മാത്രമല്ല, താങ്കൾക്ക് മുമ്പുള്ള ഏത് പ്രവാചകന്മാരെ എടുത്തു നോക്കിയാലും അവരെല്ലാം പുരുഷന്മാരായിരുന്നു, മനുഷ്യന്മാരായിരുന്നു, നാം അവർക്ക് വഹ്യ് നൽകുകയായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയുണ്ടായി. ഇനി ഇതിൽ ആർക്കെങ്കിലും വല്ല സംശയവും ഉണ്ടെങ്കിൽ അവർ അഹ്ലു ദിക്റിനോട്, അറിവുള്ള ഖുർആനും ഹദീസും പഠിച്ചിട്ടുള്ള, ഇനി മുൻഗാമികളാണെങ്കിൽ മുൻ വേദഗ്രന്ഥങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടിട്ടുള്ള ആളുകളോടൊന്ന് ചോദിച്ചു നോക്കൂ എന്നാണ് 7-ാമത്തെ ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിച്ചിട്ടുള്ളത്. അങ്ങനെ ചോദിച്ച് പഠിക്കുന്നതിന്റെ പ്രാധാന്യവും മഹത്വവും ഒക്കെ നമ്മൾ ഉൾക്കൊള്ളുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ മനുഷ്യരിലേക്ക് നന്മ പഠിപ്പിക്കാൻ വന്ന ദൂതന്മാരെ മനുഷ്യരിൽ നിന്ന് തന്നെ തെരഞ്ഞെടുക്കാനുള്ള കാരണം, മനുഷ്യരുടെ ചാബല്യങ്ങളും കുറവുകളും അവർക്കാണ് മനസ്സിലാവുക. ഭക്ഷണം കഴിക്കാത്ത മലക്കുകൾ നോമ്പെടുക്കണം എന്ന് ഭക്ഷണം കഴിക്കുന്ന മനുഷ്യരോട് പറയുന്നതിൽ വലിയ കാര്യമൊന്നും ബോധ്യപ്പെടുകയില്ല എന്ന നിലക്കു കൂടിയാണ്. എന്നാൽ മനുഷ്യന്മാരായ പ്രവാചകന്മാരാകട്ടെ, അവർ ഭക്ഷണം കഴിക്കാത്തവരല്ല, ഭക്ഷണം കഴിക്കാത്ത തടികളാക്കി അവരെ മാറ്റിയിട്ടില്ല. അവരെപ്പോഴും ഇവിടെ ഉണ്ടാവുകയുമില്ല. ഈ 2 കാര്യങ്ങളാണ് 8-ാമത്തെ ആയത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ തന്നെയാണ് മനുഷ്യരിലേക്ക് പ്രവാചകന്മാരായി പറഞ്ഞയച്ചത് എന്ന കാര്യം ഒന്നുകൂടി അരക്കിട്ടുറപ്പിക്കുന്ന, ആവർത്തിച്ച് ബോധ്യപ്പെടുത്തുന്ന ഒരു ആയത്താണ് 8-ാമത്തെ ആയത്ത്. ഇൻഷാ അല്ലാഹ് അതാണ് ഇന്ന് നമ്മൾ ചർച്ചക്കെടുക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ ജഅൽനാഹും ജസദാ ലാ യഅകുലൂന അത്ത്വാം വമാ കാനൂ ഖാലിദീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വമാ ജഅൽനാഹും, നാം അവരെ ആക്കിയിട്ടില്ല. ജഅല എന്ന് പറഞ്ഞാൽ ആക്കി, ഉണ്ടാക്കി, സൃഷ്ടിച്ചു എന്നൊക്കെയാണ് ആ വാക്കിന്റെ അർത്ഥം. വമാ ജഅൽനാ, നാം സൃഷ്ടിച്ചിട്ടില്ല, നാം ആക്കിയിട്ടില്ല, ഹും അവരെ. വമാ ജഅൽനാഹും, ആ പ്രവാചകന്മാരെ നാം ആക്കിയിട്ടില്ല. അവിടെ ഹും എന്ന അവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രവാചകന്മാരാണ്. ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനിയും കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂരും ചേർന്ന് എഴുതിയ പരിഭാഷയിൽ ബ്രാക്കറ്റിൽ ആ ഭാഗത്തിട്ടുണ്ട്. അവർ, അവരെ എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ പ്രവാചകന്മാരെ എന്ന് കാണാൻ സാധിക്കും. ആ പ്രവാചകന്മാരെ നാം ആക്കിയിട്ടില്ല. വമാ ജഅൽനാഹും, ആ പ്രവാചകന്മാരെ നാം ആക്കിയിട്ടില്ല. ജസദൻ, തടിയാക്കിയിട്ടില്ല. ജസദ് എന്ന് പറഞ്ഞാൽ ജിസ്മ്, ബദന് എന്നൊക്കെ അതിന് മുത്തറാദിഫായിട്ട് പറയും. പര്യായമായിട്ട് ജിസ്മുൻ ശരീരം, ബദനുൻ ശരീരം, ജസദുൻ ശരീരം, തടി. ചില വാക്കുകൾ ഇതിലെ ഓരോന്നും എല്ലാതും എല്ലായിടത്തും ഉപയോഗിക്കാൻ പറ്റൂല. ചില്ലറ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും വിശദമായി നമ്മൾ പറയുന്നില്ല. ഏകദേശം പര്യായ പദങ്ങളായി ഉപയോഗിക്കുന്ന ആ 3 വാക്കുകൾ, ജസദ് എന്നതിന് പര്യായമായി ഉപയോഗിക്കുന്ന മറ്റു 2 വാക്കുകളാണ് ജിസ്മും ബദനും. ജസദ് എന്ന വാക്കിന്റെ ബഹുവചനം അജ്സാദ് എന്നാണ്. അജ്സാദ്. പ്രവാചകന്മാരുടെ ജസദുകളെ മണ്ണ് തിന്നുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹു പറയുകയാണ്, വമാ ജഅൽനാഹും ജസദൻ, ആ പ്രവാചകന്മാരെ നാം തടികളാക്കിയിട്ടില്ല. ലാ യഅകുലൂന, തിന്നാത്ത, അത്വാമ, ഭക്ഷണം, ഭക്ഷണം കഴിക്കാത്ത തടികളാക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാർ ഭക്ഷണം കഴിക്കും. അക്കല, തിന്നു, അതിന്റെ മുലാരി ആണ് യഅകുലു, തിന്നുന്നു. അത്വാം, ഭക്ഷണം. ത്വാം എന്നതിന്റെ ബഹുവചനം അത്ഇമത്ത് എന്നാണ്. എന്താണ്? അത്ഇമത്ത്, ഭക്ഷണങ്ങൾ. ത്വാമിന്റെ ബഹുവചനമാണ് അത്ഇമത്ത്. ഞാൻ വാക്കുകൾ ഒന്ന് ജസ്റ്റ് പറഞ്ഞു പോയി എന്ന് മാത്രം. അപ്പൊ വമാ ജഅൽനാഹും ജസദൻ ലാ യഅകുലൂന അത്വാം. ജസദല്ല, ജസദൻ എന്ന തെൻവീനു ശേഷം ലാമാണ് വന്നിട്ടുള്ളത്. ലാമോ റാഓ ആണ് തെൻവീനിനോ സാക്കിനായ നൂനിനോ ശേഷം വരുന്നതെങ്കിൽ അവിടെ ഇദ്ഗാമുൻ ബിലാ ഗുന്നയാണ്, മണിക്കാതെ അതിലേക്ക് ലയിപ്പിക്കണം. അപ്പോ ജസദൻ ലാ എന്നത് ജസദല്ല എന്നാവും. അവിടുത്തെ ആ തെൻവീനിൽ വരുന്ന ആ ഇൻ എന്നത് കേൾക്കുകയല്ല, ലാമിലേക്ക് ലയിപ്പിക്കും, മണിക്കാനും പാടില്ല. ജസദൻ ല, അങ്ങനെയല്ല. പിന്നെ എങ്ങനെയാ? ജസദല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വമാ ജഅൽനാഹും, ആ പ്രവാചകന്മാരെ നാം ആക്കിയിട്ടില്ല. ജസദല്ല യഅകുലൂന അത്വാം, ഭക്ഷണം കഴിക്കാത്ത തടിയാക്കിയിട്ടില്ല. ഭക്ഷണം കഴിക്കാത്ത തടിയാക്കി പ്രവാചകന്മാരെ നാം മാറ്റിയിട്ടില്ല. ഭക്ഷണം കഴിക്കാത്ത ശരീരമല്ല പ്രവാചകന്മാർക്കുള്ളത്. അപ്പൊ ഇവിടെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. തൊട്ടു മുമ്പത്തെ ആയത്തിൽ പറഞ്ഞതുപോലെ എല്ലാ സമുദായത്തിലേക്കും പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. അത് മുമ്പത്തെ ആയത്തിലെ വരുന്ന ഒരു കാര്യമാണ്. സൂറത്ത് ഫാത്തിറിലെ 34-ൽ അള്ളാഹു പറഞ്ഞു, വഇം മിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫീഹാ നദീർ. 35-ാം അധ്യായം സൂറത്ത് ഫാത്തിറിലെ 24-ാമത്തെ ആയത്താണ്. വഇം മിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫീഹാ നദീർ. ഒരു ഉമ്മത്തും കഴിഞ്ഞു പോയിട്ടില്ല അവരിലേക്ക് താക്കീതുകാർ വരാതെ. വിശുദ്ധ ഖുർആൻ 13-ാം അധ്യായം സൂറത്തുർ റഅദിലെ 7-ാമത്തെ ആയത്തിൽ പറയാണ്, വലികുല്ലി ഖൗമിൻ ഹാദ്, വലികുല്ലി ഖൗമിൻ ഹാദ്. എല്ലാ സമൂഹത്തിലേക്കും മാർഗദർശികൾ കടന്നു വന്നിട്ടുണ്ട്, വഴികാട്ടികൾ കടന്നു വന്നിട്ടുണ്ട്. അങ്ങനെ കടന്നു വന്ന എല്ലാ പ്രവാചകന്മാരും ഭക്ഷണം കഴിക്കുന്നവരായിരുന്നു. മനസ്സിലാകുന്നുണ്ടോ പറയണേ? അവരൊക്കെ ഭക്ഷണം കഴിക്കുന്ന ആളുകളായിരുന്നു. അപ്പോ ഭൂമിയിൽ ശാന്തന്മാരായി നടന്നു നീങ്ങുന്ന മലക്കുകളായിരുന്നുവെങ്കിൽ ഭക്ഷണം കഴിക്കാത്ത മലക്കുകൾ തന്നെ പ്രവാചകന്മാരായി വരും എന്നർത്ഥം. ഖുർആനിലെ 17-ാം അധ്യായം സൂറത്തുൽ ഇസ്രായിലെ 95-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, എന്താണ്
പല അത്ഭുതങ്ങളും അവർ ആവശ്യപ്പെട്ടിട്ട് കാണിച്ചു കൊടുക്കാൻ കഴിയാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിഷമിക്കാണോ എന്ന് തോന്നിയപ്പോ ഹൽ കുന്തു ഇല്ലാ ബശറർ റസൂല, ഞാനും മനുഷ്യനായ പ്രവാചകനല്ലേ എന്ന് സങ്കടം പറഞ്ഞപ്പോ അള്ളാഹു പറഞ്ഞു, ഖുൽ റസൂലേ, അങ്ങ് ജനങ്ങളോട് പറഞ്ഞു കൊടുക്ക്, ലൗ കാന ഫിൽ അർളി മലായികത്തു യംശൂന മുത്മഇന്നീൻ, ഭൂമിയിൽ ശാന്തന്മാരായി നടന്നു പോകുന്ന മലക്കുകളായിരുന്നു വസിച്ചിരുന്നതെങ്കിൽ ലനസ്സൽനാ അലൈഹിം മിനസ് സമാഇ മലക്കർ റസൂല, നാം ആകാശത്ത് നിന്ന് മലക്കിനെ തന്നെ പ്രവാചകനായി അയക്കുമായിരുന്നു. ഇപ്പൊ ഇവിടെ തിന്നുന്ന കുടിക്കുന്ന മനുഷ്യരാണ്. അപ്പൊ തിന്നുന്ന കുടിക്കുന്ന മനുഷ്യരിൽ നിന്ന് മനുഷ്യരെ തന്നെ പ്രവാചകന്മാരായി പറഞ്ഞയച്ചു. അപ്പൊ ഇവിടെ മനുഷ്യരായ പ്രവാചകന്മാർ ഭക്ഷണം കഴിക്കുന്നു എന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന മറ്റൊരു കാര്യമാണ്, മലക്കുകൾ ഭക്ഷണം കഴിക്കുകയില്ല. മലക്കുകൾ ഭക്ഷണം കഴിക്കുകയില്ല. മലക്കുകളുടെ പല പ്രത്യേകതകളുണ്ട്, അതൊന്നും നമ്മൾ വിശദീകരിക്കുന്നില്ല. മൊത്തത്തിൽ മലക്കുകളെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞു, വൽ മലായികത്തു ഇബാദുല്ലാഹിൽ മുക്കറമൂൻ, മലക്കുകൾ അള്ളാഹുവിന്റെ ആദരണീയരായ അടിമകളാണ്. മലക്കുകളിൽ നല്ലവര് ചീത്ത ആളുകൾ എന്നിങ്ങനെ വ്യത്യാസമൊന്നുമില്ല. എന്നാൽ മനുഷ്യരെ നന്നാക്കാൻ മനുഷ്യരിൽ നിന്ന് ഒരു പ്രവാചകൻ വരേണ്ടി വരുന്നത് മനുഷ്യരിൽ നല്ലതല്ലാത്തവരും ഉള്ളത് കൊണ്ടാണ്. മനസ്സിലാകുന്നുണ്ടോ പറയണേ? മലക്കുകളിൽ എല്ലാവരും നല്ലവരാ. ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅമറൂൻ. 66-ാം അധ്യായം സൂറത്തു തഹരീമിലെ 6-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞതാണ്. എന്നു മാത്രമല്ല പണ്ഡിതന്മാർ പറഞ്ഞു, ഖലഖഹും മിൻ നൂർ, പ്രകാശത്തിൽ നിന്നാണ് മലക്കുകളെ അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. ലാ യഅകുലൂന വലാ യശ്റബൂന വലാ യനാമൂന, മലക്കുകൾ തിന്നുകയോ കുടിക്കുകയോ ഉറങ്ങുകയോ ചെയ്യില്ല. യുസബ്ബിഹൂന ലൈല വന്നഹാർ, പറഞ്ഞോളിൻ, രാവിലും പകലിലും അവർ അല്ലാഹുവിനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ലാ യഫ്തുറൂൻ, ലാ യഫ്തുറൂൻ, അവർ ക്ഷീണിച്ചു പോവുകയില്ല. അവരെ ഏൽപ്പിച്ച ഡ്യൂട്ടി നിർവഹിക്കുന്നതിൽ കുഴങ്ങിപ്പോകുന്ന, മടുപ്പ് തോന്നുന്ന, മതിയെന്ന് തോന്നുന്ന, എന്നെ കൊണ്ട് കഴിയൂല എന്ന അവസ്ഥ മലക്കുകൾക്കില്ല. لا يعصون الله ما أمرهم ويفعلون ما يؤمرون لا يسبقونه بالقول وهم بأمره يعملون. അല്ലാഹ് പറഞ്ഞതിന് മുന്നേ ഒരു കാര്യം അവർ ചെയ്യൂല, കൽപ്പിച്ചാൽ പിന്നെ അത് ചെയ്യാതെ നീട്ടിവെക്കൂല, അപ്പം അങ്ങോട്ട് ചെയ്യും. നമുക്കറിയാം മലക്കുകൾ തിന്നൂല എന്നത് വിശുദ്ധ ഖുർആനിലെ ആയത്തുകളിലൂടെ തന്നെ നമുക്ക് മനസ്സിലാവും. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഹൂദിലും ഖുർആനിലെ സൂറത്തു ദാരിയാത്തിലും ഒക്കെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ അടുക്കൽ മക്കൾ ഉണ്ടാകാൻ പോകുന്ന സന്തോഷ വാർത്ത പറയാനും ലൂത്ത് നബിയുടെ ജനതയിൽ ധിക്കാരം അധികരിച്ചപ്പോൾ അവരെ നശിപ്പിക്കാനും വന്ന മലക്കുകളുടെ അവസ്ഥ, അവരെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് ലൈഫു ഇബ്രാഹിം, എന്താ പറഞ്ഞത്? സൂറത്തു ദാരിയാത്തിൽ ലൈഫു ഇബ്രാഹിം, ഇബ്രാഹിം നബിയുടെ അതിഥികൾ എന്നാണ് അള്ളാഹു പരിചയപ്പെടുത്തിയത്. വന്ന സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം വിചാരിച്ചത് അതിഥികളാണ് എന്ന് തന്നെയാണ്, മലക്കുകളായെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. വിശുദ്ധ ഖുർആൻ ആ കാര്യം പഠിപ്പിച്ചു തരുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് സൂറത്തു ഹൂദിലെ 69 മുതലുള്ള ആയത്തുകളിൽ, വലഖദ് ജാഅത് റുസുലുനാ ഇബ്രാഹീമ ബിൽ ബുശ്റാ ഖാലൂ സലാമാ ഖാല സലാം, നമ്മുടെ ദൂതന്മാർ അഥവാ മലക്കുകൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ അടുക്കലേക്ക് സന്തോഷ വാർത്തയുമായി കടന്നു ചെന്നപ്പോൾ ഖാലു, അവർ പറഞ്ഞു, സലാമാ, സമാധാനം ഉണ്ടാകട്ടെ. ഖാല സലാം, അദ്ദേഹം തിരിച്ചും സലാം പറഞ്ഞു. ഫലമ്മാ ലബിസ, അധികം താമസിച്ചില്ല, അൻജാ ബിഇജ്ലിൻ ഹനീദ്, ഒരു പൊരിച്ച മൂരിക്കുട്ടിയുമായി, കാളക്കുട്ടിയുമായി ഇബ്രാഹിം അലൈഹിസ്സലാം അവരുടെ അതിഥി സൽക്കാരത്തിന് വേണ്ടി കൊണ്ടുവന്നു. സൂറത്തു ദാരിയാത്തിൽ അള്ളാഹു പറയുന്നത് ബിഇജ്ലിൻ സമീൻ, തടിച്ചു കൊഴുത്ത നല്ല മാംസമുള്ള ഒരു മൂരിക്കുട്ടിയെയാണ് പൊരിച്ചത്. ഇതൊക്കെ വലിയ പാടുണ്ട്. അതിഥി വന്നു കഴിഞ്ഞാൽ വേണോ വേണ്ടേന്ന് ചോദിക്കുക പോലും ചെയ്യാതെ ഭക്ഷണം മുന്തിക്കാൻ പറ്റും എന്നതാണ്. അവർ തിന്നോ തിന്നൂലേ എന്നൊന്നും അവിടെ അന്വേഷിക്കേണ്ടതില്ല. അത്രയും താല്പര്യം കാണിക്കുക എന്നതാണ് അതിലുള്ള കാര്യം എന്നർത്ഥം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം കൊണ്ടുവന്നു കൊടുത്തപ്പോ ഇവരുടെ കൈ അവിടേക്ക് നീളുന്നേയല്ല. ഫലമ്മാ റഅ ഐദിയഹും ലാ തസിലു ഇലൈഹി നകിറഹും വഔജസ മിൻഹും ഖീഫ,
ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരുടെ കൈകൾ കൊണ്ടുവന്ന് വെച്ചു കൊടുത്ത പൊരിച്ച കാളക്കുട്ടിയുടെ മാംസത്തിലേക്ക് കൈ നീളുന്നില്ല എന്ന് കണ്ടപ്പോൾ നക്കിറഹും അവരുടെ കാര്യത്തിൽ ഒരു പ്രയാസം തോന്നി, ഒരു വൈമനസ്യം തോന്നി, എന്തോ ഒരു പന്തികേട് മനസ്സിലായി. പേടിയും തോന്നി. അപ്പൊ ഇവരാരാണ്? ഇവര് കൈയൊന്നും നീട്ടാതെ അങ്ങനെ നിൽക്കുകയാണല്ലോ, ഇവരാരാണ്? ഖാലൂ, ഇബ്രാഹിം നബി അലൈഹി സ്വലാം പേടിക്കുക എന്ന് കണ്ടപ്പോ വന്ന ആളുകള് ഒന്നും കൂടി തുറന്ന് കാര്യം പറഞ്ഞു. ലാ തഖഫ് ഇന്നാ ഉർസിൽനാ ഇലാ ഖൗമി ലൂത്ത്, ലൂത്തിന്റെ ജനതയിലേക്ക് അയക്കപ്പെട്ട മലക്കുകളാണ് ഞങ്ങൾ എന്ന് അവിടെ പറയുകയുണ്ടായി എന്നാണ്. എന്താ നമുക്ക് പഠിപ്പിക്കുന്ന ഒരു പാഠം എന്താ വെച്ചാൽ, മലക്കുകൾ തിന്നുകയോ കുടിക്കുകയോ ചെയ്യില്ല എന്നതാണ്. ഇനി മാത്രല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അവരെ നമ്മൾ പ്രവാചകന്മാരായിട്ടാണ് പറഞ്ഞയക്കുന്നത്. പ്രവാചകന്മാരെല്ലാവരും പുരുഷന്മാരായിരിക്കും. മലക്കുകളിൽ പുരുഷന് സ്ത്രീ എന്ന വ്യത്യാസമില്ല. അപ്പൊ അതും പ്രശ്നമാണ്. മലക്കുകളെ എങ്ങാനും പ്രവാചകന്മാരായി പറഞ്ഞയക്കുകയാണെങ്കിൽ ആണ് പെണ്ണ് എന്ന വേർതിരിവില്ലാത്തത് കൊണ്ട് പുരുഷന്മാരെ മാത്രമേ പ്രവാചകന്മാരായി നാം നിയോഗിക്കുകയുള്ളൂ എന്നതിനും എതിരാകും. മുമ്പ് വന്ന എല്ലാവരും പുരുഷന്മാരായിരുന്നു, എല്ലാവർക്കും അറിയും ചെയ്യും. പിന്നെന്താ ഇപ്പൊ മാത്രം നിങ്ങൾക്കൊരു മലക്കുകൾ ആവശ്യം എന്ന് തിരിച്ചു ചോദിക്കുന്നത് തുല്യമാണ് ഈ ആയത്തുകൾ എന്നാണ് സഹോദരങ്ങളെ പറഞ്ഞതിന്റെ ചുരുക്കം. ഈ രണ്ടാമത്തെ പ്രശ്നം എന്താ അറിയോ? ഈ അങ്ങാടിയിലൊക്കെ ഇങ്ങനെ പോകുക, ഭക്ഷണമൊക്കെ കഴിക്കുക, അങ്ങനത്തെ നമ്മളെപ്പോലത്തെ ആളുകള് നമ്മളെ നന്നാക്കാൻ ആരാ എന്ന ഒരു അഹങ്കാരത്തിന്റെ സ്വരം അവരിൽ ഉണ്ടായിരുന്നു. നമ്മളും ഭക്ഷണം കഴിക്കുന്നുണ്ട്, നമ്മളിലേക്ക് വന്ന പ്രവാചകനും ഭക്ഷണം കഴിക്കുന്നുണ്ട്, അതിപ്പോ എങ്ങനെ ശരിയാകുക എന്നൊരു തോന്നല്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫുർഖാനിന്റെ 20-ാമത്തെ വചനത്തിൽ പറയുകയാണ്, വമാ അർസൽനാ ഖബ്ലക മിനൽ മുർസലീന, താങ്കൾക്ക് മുമ്പ് ഒരു പ്രവാചകനെയും നാം അയച്ചിട്ടില്ല. ഇല്ലാ ഇന്നഹും ലയഅകുലൂന തുആം, അവരൊക്കെ ഭക്ഷണം കഴിക്കുന്നവരായിട്ടല്ലാതെ, ഭക്ഷണം കഴിക്കുന്നവരായിട്ടല്ലാത്ത ഒരു പ്രവാചകനും വന്നിട്ടില്ല. വയംശൂന ഫിൽ അസ്വാഖ്, അങ്ങാടിയിലൂടെ നടന്നു പോകുന്നവരായിട്ടല്ലാതെ ഒരു പ്രവാചകരെ താങ്കൾക്ക് മുമ്പ് നാം അയച്ചിട്ടില്ല എന്ന് 25-ാം അധ്യായം സൂറത്തുൽ ഫുർഖാനിലെ 20-ൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഈ അങ്ങാടിയിലൂടെ നടക്കുക, ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഒരു ന്യൂനതയായിട്ടാണ് ശത്രുക്കൾ കണ്ടിരുന്നത്. വിശുദ്ധ ഖുർആൻ ആ കാര്യവും നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇബ്നു കസീറിൽ ഇന്ന് നമ്മൾ വിശദീകരിക്കുന്ന ആയത്തിനെയും ഇതുപോലുള്ള മറ്റു ആയത്തുകളെയും വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയാണ്, ഖദ് കാനൂ ബശറം മിനൽ ബശരി, മനുഷ്യന്മാരിലെ മനുഷ്യന്മാരായിരുന്നു പ്രവാചകന്മാരും. യഅകുലൂന, പറഞ്ഞോളി, അവർ ഭക്ഷണം കഴിക്കുമായിരുന്നു. യശ്റബൂന, അവർ വെള്ളം കുടിക്കുമായിരുന്നു. മിസ്ലൻ നാസ്, മറ്റു ജനങ്ങളെ പോലെ തന്നെ. വയദ്ഖുലൂനൽ അസ്വാഖ്, അവർ അങ്ങാടിയിലൂടെ പ്രവേശിക്കുമായിരുന്നു. ലിതകസ്സുബി, സമ്പാദിക്കാനും, വത്തിജാറ, കച്ചവടത്തിനൊക്കെ വേണ്ടി. വലൈസ ദാലിക ബിളാദില്ലഹും, അതൊന്നും ഒരു കുറവുമല്ല, അതൊന്നും ഒരു ഉപദ്രവമല്ല. വലാ നാഖിസിൻ മിൻഹും ഷൈഅ, അതവർക്ക് ഒട്ടും ഒരു ന്യൂനതയും വരുത്തുന്നില്ല. ഒരാൾ അങ്ങാടിയിൽ പോയി എന്നതുകൊണ്ട്, ഒരാൾ ഭക്ഷണം കഴിച്ചു എന്നതുകൊണ്ട്, വെള്ളം കുടിച്ചു എന്നതുകൊണ്ട് മനുഷ്യൻ പ്രവാചകനാകാൻ ഒരു തടസ്സവുമില്ല എന്ന് ഈ ആയത്ത് പഠിപ്പിക്കുന്നു. കമാ തവഹമഹുൽ മുശ്രികൂന ഫീ ഖൗലിഹിം, മുശ്രിക്കീങ്ങളുടെ വാക്കിൽ അവർ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുന്ന ആശയമായിരുന്നു അത്. എന്നിട്ട് സൂറത്തുൽ ഫുർഖാനിലെ തന്നെ 7-ാമത്തെ ആയത്ത് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് എടുത്തു കൊടുക്കുകയാണ്. ഏതാണ്? മാലി ഹാദർ റസൂൽ, ഇതെന്തൊരു പ്രവാചകനാണ്, യഅകുലു തുആം, ഇവൻ ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ, വയംശീ ഫിൽ അസ്വാഖ്, ഇവൻ അങ്ങാടിയിലൂടെ നടന്നു പോകുന്നുണ്ടല്ലോ, ലൗലാ ഉൻസില ഇലൈഹി മലക്, എന്താ ഇവനിലേക്ക് ഒരു മലക്ക് വരാത്തത്, ഫയകൂന മഅഹു നദീറ, എന്നിട്ട് ഇവന്റെ കൂടെ ഒരു താക്കീതുകാരനായി ഇങ്ങനെ നടന്നാൽ പോരെ എന്ന് അവർ പരിഹസിച്ചു എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ആയത്തിലേക്ക് തന്നെ നോക്കുക, എന്നിട്ട് ആയത്തിന്റെ 2-ാം ഭാഗം നമുക്ക് വിശദീകരിക്കാം. വമാ ജഅൽനാഹും, നാം പ്രവാചകന്മാരെ ആക്കിയിട്ടില്ല, ജസദല്ലാ യഅകുലൂന തുആം, ഭക്ഷണം കഴിക്കാത്ത ശരീരങ്ങൾ, ഭക്ഷണം കഴിക്കാത്ത ശരീരമാക്കി പ്രവാചകന്മാരെ നാം ആക്കിയിട്ടില്ല. ഈ ആയത്തിന്റെ അടുത്ത ഭാഗം നോക്കുക. വമാ കാനൂ ഖാലിദീൻ, അവർ നിത്യജീവികളായിരുന്നിട്ടുമില്ല.
അവർ നിത്യജീവികളായി ഒരു പ്രവാചകൻ കഴിഞ്ഞാൽ അടുത്തൊരു പ്രവാചകൻ വരിക എന്നല്ലാതെ വന്ന പ്രവാചകന്മാര് പിന്നെ എന്നും അവരിങ്ങനെ ജീവിച്ചിരിക്കുക, അങ്ങനത്തെ ഒരു അവസ്ഥയും പ്രവാചകന്മാർക്ക് ഉണ്ടായിട്ടില്ല. അത് മലക്കുകളിൽ നിന്ന് വ്യത്യസ്തമാണ്. മനസ്സിലാകുന്നുണ്ടോ പറയണത്? പ്രവാചകന്മാർ ഒരാൾ മാറി, ഒരാൾ കഴിഞ്ഞ്, ഒരാൾ തീർന്ന് മറ്റു പ്രവാചകന്മാർ ഇങ്ങനെ കടന്നു വരികയാണ് എന്നും വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, എത്രത്തോളം എന്ന് വെച്ചാൽ ലോകത്തേക്ക് കടന്നു വന്ന എല്ലാ പ്രവാചകന്മാരും മരിക്കും. ഇപ്പൊ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ഇപ്പോൾ മരിച്ചിട്ടില്ല എന്നേ ഉള്ളൂ, അദ്ദേഹവും മരിക്കും. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാര്യം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ജീവിച്ചിട്ടുണ്ടോ, ജനിച്ചിട്ടുണ്ടോ, മനുഷ്യന്മാരെല്ലാം മരിക്കുകയാണ്. എല്ലാം നശിക്കുന്ന ഒരു ദിവസം വേറെയും വരും. എല്ലാം നശിക്കുന്ന കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം എന്ന അവസ്ഥയും ഉണ്ടാകും. കവി പാടി പറയുന്ന ഒരു വാചകത്തിൽ കാണാം, വലൗ കാനത്തിദ് ദുനിയാ തദൂമു ലി അഹ്ലിഹാ, ഈ ദുനിയാവ് അതിന്റെ ആളുകളിൽ ആർക്കെങ്കിലും സ്ഥിരം താമസിക്കാൻ, ഖാലിദാകാൻ അവസരം കൊടുക്കുമായിരുന്നെങ്കിൽ ലകാന റസൂലുള്ളാഹി ഫിഹാ മുഖല്ലദ, അല്ലാഹുവിന്റെ റസൂല് എന്നെന്നും ജീവിക്കുമായിരുന്നു. നിത്യവാസികളാകുക എന്നത് ദുനിയാവിൽ ഉണ്ടാകൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്നെ അല്ലാഹു പറഞ്ഞത് എന്താ? ഇന്നക മയ്യിതുൻ വ ഇന്നഹും മയ്യിതൂൻ. ഇന്നക മയ്യിതുൻ, ഓ പ്രവാചകരെ താങ്കൾ മരിച്ചു പോകും. വ ഇന്നഹും മയ്യിതൂൻ, അവരെല്ലാവരും മരിച്ചു പോകുന്നവരാണ് എന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്തു സുമറിലെ 39-ാം അധ്യായത്തിലെ 30-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് എന്നർത്ഥം. നമുക്കൊക്കെ പരിചയമുള്ള ചില ആയത്തുകളിൽ ഈ വിഷയം വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ചു പറയുന്നുണ്ട്. ഈ സൂറത്തിൽ തന്നെ വരുന്നതും നമ്മൾ മുമ്പ് ഈ ക്ലാസ്സിൽ ഇതിന്റെ സൂറത്തുൽ അംബിയാഇന്റെ തന്നെ ക്ലാസ്സിൽ പറഞ്ഞതുമായ ആയത്താണ്, വമാ ജഅൽനാ ലി ബശരിൻ മിൻ ഖബലികൽ ഖുൽദ് അഫ ഇമ്മിത്ത ഫഹുമുൽ ഖാലിദൂൻ. താങ്കൾക്ക് മുമ്പ് സ്ഥിരം താമസിക്കാൻ അവസരം ഞാൻ കൊടുത്തിട്ടില്ലെങ്കിൽ താങ്കൾ വരെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവരുണ്ടോ, ജീവിക്കുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. ഉഹുദിന്റെ രംഗം നമുക്കറിയാം. ഉഹുദ് ബദറിൽ തോറ്റതിന്റെ പകരം വീട്ടാനുള്ള സർവ്വസന്നാഹങ്ങളുമായി മുശ്രിക്കീങ്ങൾ വന്ന ഒരു യുദ്ധമായിരുന്നു ഉഹദ് യുദ്ധം. ആ ഉഹദ് മലയുടെ വലുപ്പവും അല്ലെ, ആ ജബലുർ റുമാത്തും, അവിടെ ഇപ്പോഴുള്ള വലിയ പള്ളിയും, അവിടുത്തെ ഉഹദീങ്ങളെ കബറടക്കിയിട്ടുള്ള സ്ഥലവും, അവിടെ എഴുതി വെച്ച നിർദ്ദേശങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരണം. ഉഹദ് യുദ്ധത്തിന്റെ മൂർധന്യാവസ്ഥയിലെത്തിയ സന്ദർഭത്തിൽ ഇനി പരാജയപ്പെടും എന്നൊരു തോന്നലുണ്ടായ വേളയിൽ മുശ്രിക്കീങ്ങൾ ഒരു സൂത്രം ഒപ്പിച്ചു. ഇവരുടെ നേതാവ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചിട്ടുണ്ട് എന്ന് പ്രചരിപ്പിക്കാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന കിംവദന്തി അവിടെ ആകെ പരന്നു. ഇത് മുസ്ലിമീങ്ങളിൽ സ്വാഭാവികമായും അമ്പരപ്പുണ്ടാക്കി. കപട വിശ്വാസികളും ദുർബല വിശ്വാസികളുമായ ചിലർ മുഹമ്മദ് കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇനി എന്തിന് യുദ്ധം ചെയ്യണം, ഇനി നമുക്ക് നമ്മുടെ പഴയ മതത്തിലേക്ക് തന്നെ പോകാം എന്ന് പറയുന്ന അവസ്ഥ പോലും ഉണ്ടായി. നോക്കി നിങ്ങൾ, ഒരു സൂത്രം ഒപ്പിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു എന്ന് പ്രചരിപ്പിച്ചപ്പോ അത് വിശ്വസിക്കാൻ പറ്റാത്ത ആളുകൾ എന്ത് ചെയ്തു? ഇനി നമുക്ക് നമ്മുടെ പഴയ മതത്തിലേക്ക് പോകാം എന്ന് പോലും പറയുകയുണ്ടായി. സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞു വന്നത് പ്രവാചകന്മാർക്ക് അല്ലാഹു അവരെ നിത്യവാസികളാക്കിയിട്ടില്ല എന്നതിനുള്ള ഏതാനും ചില തെളിവുകളാണ്. ഉഹദ് യുദ്ധത്തിന്റെ സന്ദർഭമാണ് അവസാനമായി നമ്മൾ സൂചിപ്പിച്ചത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലപ്പെട്ടു എന്ന കിംവദന്തി പ്രചരിച്ച സന്ദർഭത്തിൽ സ്വാഭാവികമായി മുസ്ലിമീങ്ങൾക്ക് അത് വലിയ പ്രയാസമുണ്ടാക്കുകയും ഈമാനില്ലാത്ത കപടവിശ്വാസികളായ ആളുകൾ ഇനി നമുക്ക് നമ്മുടെ പഴയ മതത്തിലേക്ക് പോകാം എന്ന് പോലും പറയുന്ന അവസ്ഥയുണ്ടായി. എന്നാൽ വേറെ ചില ആളുകൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ ആ പ്രവാചകൻ തന്റെ ദൗത്യം നിർവഹിച്ചു കഴിഞ്ഞിട്ടാണ് ഇവിടെ വിട പറഞ്ഞിട്ടുള്ളത്. നമുക്ക് കാര്യങ്ങൾ എത്തിച്ചു തന്നിട്ടുണ്ട്, ദൗത്യം നിർവഹിച്ചിട്ടുണ്ട്.
നാം നമ്മുടെ മതത്തിനു വേണ്ടി അടരാടുക തന്നെ ചെയ്യണം, ഈ യുദ്ധത്തിൽ നിന്ന് നമ്മൾ പിന്മാറാൻ പാടില്ല എന്ന് ഉറച്ചു നിന്ന ഒരു വിഭാഗവും ഉണ്ടായി. മുസ്ലിമീങ്ങളിൽ നിർവീര്യമുണ്ടാക്കുകയും ഭയത്തിനാഴ്ത്തുകയും ചെയ്യുക വഴി ചില ആളുകളൊക്കെ യുദ്ധത്തിൽ നിന്ന് വിട്ടുപോകുന്ന അവസ്ഥ പോലും ആ സന്ദർഭത്തിലുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് ഇതിനെപ്പറ്റി വിശുദ്ധ ഖുർആനിൽ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലപ്പെട്ടിട്ടില്ല എന്നും കൊല്ലപ്പെട്ടാൽ പോലും നിങ്ങൾ സ്വീകരിച്ച ഈ നിലപാട് ശരിയായില്ല എന്നും പറഞ്ഞുകൊണ്ട് 3-ാം അധ്യായം സൂറത്തു ആല ഇംറാനിലെ 144-ാമത്തെ ആയത്ത് ഇറങ്ങുകയാണ്. എന്താ 144-ാമത്തെ ആയത്ത്? വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ, ഈ മുഹമ്മദും ഒരു പ്രവാചകനല്ലാതെ മറ്റാരുമല്ല. ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ, അദ്ദേഹത്തിന് മുമ്പും പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. അഫ ഇമ്മാത ഔ ഖുതില, ആ പ്രവാചകൻ മരിക്കുകയോ കൊല്ലപ്പെടുകയോ ചെയ്താൽ ഇൻഖലബ്തും അലാ അഖാബിക്കും, നിങ്ങൾ കാലുകളിൽ നിന്ന് തിരിഞ്ഞു കളയുകയാണോ, പിന്തിരിഞ്ഞോടുകയാണോ? ഇദ്ദേഹം ഒരു പ്രവാചകനല്ലേ, മുമ്പ് വന്ന പ്രവാചകന്മാർ മരിച്ചിട്ടില്ലേ, പ്രവാചകന്മാർ പലരും കഴിഞ്ഞു പോയില്ലേ, പിന്നെ എങ്ങനെയാണ് ഒരു പ്രവാചകൻ മരിക്കുമ്പോഴേക്ക്, ഇനി അതില്ലെങ്കിൽ കൊല്ലപ്പെടുമ്പോഴേക്ക്, ഇവിടെ മരിച്ചിട്ടുമില്ല കൊല്ലപ്പെട്ടിട്ടുമില്ല, പക്ഷെ അവർ സ്വീകരിച്ച നിലപാടിനെ തിരുത്താണ്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇൻഖലബ്തും അലാ അഖാബിക്കും, നിങ്ങൾ പാട്ടിന് തിരിഞ്ഞു പോവുകയാണോ? വമൻ യൻഖലിബ് അലാ അഖിബൈഹി, അങ്ങനെ ആരെങ്കിലും തിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഫലൻ യദുറല്ലാഹ ശൈആ, അല്ലാഹുക്ക് അതുകൊണ്ട് ദോഷമൊന്നും വരാൻ പോണില്ല. വസയജിസില്ലാഹു ശാകിരീൻ, നന്ദി കാണിച്ച് ഉറച്ചു നിന്ന ആളുകൾക്ക് നല്ല പ്രതിഫലം കിട്ടുകയും ചെയ്യും എന്ന് ആയത്തിറങ്ങുകയാണ്. സഹോദരങ്ങളെ, ഈ ആയത്ത് പിന്നീട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഓതേണ്ടി വന്നൊരു സന്ദർഭം നമുക്കൊക്കെ അറിയാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ശരിക്കു മരിച്ച സന്ദർഭം. ആ സന്ദർഭം ഭയാനകമായ സങ്കടകരമായ ഒരു സന്ദർഭമായിരുന്നു. അത്തരം സന്ദർഭങ്ങളെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ശക്തമായ നിലപാട് പ്രഖ്യാപിച്ച സന്ദർഭമായിരുന്നു എന്നാണ്. എന്തായിരുന്നു സന്ദർഭം എന്നൊക്കെ അറിയാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ച് അബൂബക്കർ റളിയല്ലാഹു അൻഹു സ്ഥലത്തില്ലാത്ത സന്ദർഭത്തിൽ വജാഅ ഉമർ ബിൽ ഖത്താബ് വമഅഹു അൽ മുഗീറത്ത് ഇബ്നു ശുഅബ, മുഗീറത്ത് ഇബ്നു ശുഅബ റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവും അവിടേക്ക് കടന്നു വരികയും ഫസ്തഅദന അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, രണ്ടുപേരും ആയിഷ റളിയല്ലാഹു അൻഹയോട് കാണാനുള്ള അനുവാദം ചോദിക്കുകയും ഫഅദിനത് ലഹുമാ ആയിഷത്തു റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹ അവർക്ക് രണ്ടുപേർക്കും അനുവാദം കൊടുക്കുകയും അങ്ങനെ തന്റെ മുഖത്ത് നിന്ന് വിരിപ്പ് മാറ്റി ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പ്രവാചകനിലേക്ക് നോക്കുകയും സങ്കടത്തോടു കൂടി അവിടെ നിന്ന് മാറി നിൽക്കുകയും രണ്ടുപേരും എഴുന്നേറ്റ് പോവുകയും ചെയ്തപ്പോൾ മുഗീറ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, യാ ഉമർ മാത റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉമറേ അല്ലാഹുവിന്റെ റസൂൽ മരിച്ചിട്ടോ? ഖാല, ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കദബ്ത, നീ കളവ് പറയുകയാണ്. ഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യമൂതു ഹത്താ യഫ്നി അല്ലാഹു അസ്സ വജല്ല അൽ മുനാഫിഖീൻ, ഈ മുനാഫിക്കീങ്ങളൊക്കെ തോറ്റോടി എല്ലാം തീർന്നിട്ടല്ലാതെ റസൂലുള്ള മരിക്കുകയില്ല എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഫലമ്മാ ഖറജ ഉമർ, ഉമർ റളിയല്ലാഹു അൻഹു എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി, സല്ല സൈഫഹു, വാള് ഉറയിൽ നിന്ന് ഊരി, വതവഅദന്നാസ്, ജനങ്ങളെ താക്കീത് നൽകി, വഖാൽ ലാ അസ്മഉ അഹദൻ യഖൂലു മാത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആരെങ്കിലും റസൂലുള്ള മരിച്ചു എന്ന് പറയുന്നത് ഞാൻ കേൾക്കാൻ പാടില്ല. ഇല്ലാ ലറബ്തുഹു ബിസൈഫ്, സംഭവിച്ചാൽ ഈ വാള് കൊണ്ട് ഞാൻ അവനെ കൈകാര്യം ചെയ്യും. സുമ്മ ഖാമ ഫിൽ മസ്ജിദി, എന്നിട്ട് നബി ഖുതുബ പറയുന്ന മിമ്പറിന്റെ അവിടേക്ക് ചെന്നിട്ട് ഖതീബൻ ഖുതുബ പറയാൻ തുടങ്ങി. വഖാല ഇന്ന റിജാലൻ മിനൽ മുനാഫിഖീന യസ്ഉമൂന അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് തൂഫിയ, ഇത് അവിടുത്തെ കുറെ മുനാഫിക്കീങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ മരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. വ ഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മാത, അല്ലാഹുവിന്റെ റസൂൽ മരിച്ചിട്ടൊന്നുമില്ല. വലാകിന്നഹു ദഹബ ഇലാ റബ്ബിഹി കമാ ദഹബ മൂസ അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം 40 ദിവസത്തെ
താമസം മാറി വേദഗ്രന്ഥം സ്വീകരിക്കാൻ പോയതുപോലെ തന്റെ റബ്ബിനോട് വല്ല ഉടമ്പടിയും എടുക്കാൻ വേണ്ടി പോയി എന്നേ മനസ്സിലാക്കേണ്ടതുള്ളൂ. ഫഗാബ 40 ലൈല, അങ്ങനെ മൂസാ നബിയും 40 ദിവസം മാറി നിന്നിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞു. സുമ്മ റജഅ ഇലൈഹിം ബഅദ അൻ ഖീല ഖദ് മാത് വല്ലാഹി, എന്നിട്ട് മരിച്ചു എന്ന് പറഞ്ഞു നിൽക്കുന്ന ആളുകൾ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, അല്ലാഹു ആണ് സത്യം, ലയർജിഅന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കമാ റജഅ മൂസ, മൂസാ നബി വന്നതുപോലെ അല്ലാഹുവിന്റെ റസൂൽ നമ്മളിലേക്ക് തിരിച്ചു വരിക തന്നെ ചെയ്യും. ആർക്കും ഒന്നും പറയാൻ ധൈര്യമില്ല. എന്താ ചെയ്യാ? ഒരു അവസ്ഥ, വല്ലാത്തൊരു അവസ്ഥയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്, പറഞ്ഞാൽ ചിലപ്പോൾ അതേപോലെ നടക്കും. പിന്നീടാണ് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു സുമ്മ അഖ്ബല അബൂബക്കർ അസ്-സിദ്ദീഖ് അലാ ഫറസിഹി മിൻ മസ്കനിഹി, തന്റെ മറ്റൊരു താമസ സ്ഥലത്ത് മറ്റൊരു ഭാര്യയുമായി താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു കുതിരപ്പുറത്ത് വരികയും നേരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കിടക്കുന്ന ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക്, റൂമിലേക്ക് കടന്നു ചെല്ലുകയും ഉമർ റളിയല്ലാഹു അൻഹു ജനങ്ങളോട് സംസാരിക്കുന്നത് കണ്ടപ്പോൾ അതിലേക്കൊന്നും നോക്കാതെ നേരെ പ്രവാചകന്റെ അടുക്കൽ ചെന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് നിന്ന് വിരിപ്പ് മാറ്റി പ്രവാചകന്റെ മുഖത്ത് ചുംബിച്ച് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ചൊല്ലിക്കൊണ്ട് ജനങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയാൻ തുടങ്ങി, ബി അബി അൻത വ ഉമ്മി യാ റസൂലല്ലാഹ് തിബ്ത ഹയ്യം വ മയ്യിത. റസൂലേ, നിങ്ങൾ മരിച്ചു കിടക്കുമ്പോഴും എന്തൊരു സുന്ദരനാണ്, നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോഴും എന്തൊരു നല്ല സ്വഭാവമായിരുന്നു, ജീവിച്ചിരിക്കുന്ന അപ്പോഴും ഇപ്പോൾ മരിച്ച സമയത്തും താങ്കൾ എത്ര നല്ലവൻ എന്ന് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. എന്നിട്ട് പറഞ്ഞു, വല്ലാഹി ലാ യജ്മഉല്ലാഹു അലൈക മൗതതൈനി, രണ്ട് മരണം താങ്കൾക്ക് അല്ലാഹു വെച്ചിട്ടില്ലല്ലോ. അമ്മാ അൽ മൗതതുല്ലതി കുതിബത് അലൈക ഖദ് മുത്തഹ, ഒരു മരണമുള്ളൂ താങ്കൾക്ക്, അതിതാ താങ്കൾ മരിച്ചിരിക്കുകയാണല്ലോ എന്ന് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു സങ്കടം പറയാൻ തുടങ്ങി. പിന്നീട് അദ്ദേഹം അവിടെ മാറി നിൽക്കുകയും മഹാനായ ഉമർ റളിയല്ലാഹുവിന്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുകയും ഉമർ റളിയല്ലാഹു അൻഹു ജനങ്ങളോട് സംസാരിക്കുന്നതും താക്കീത് നൽകുന്നതും കണ്ടപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചിട്ടുണ്ടല്ലോ. ഫഖാല, എന്നിട്ട് പറഞ്ഞു, ഇജ്ലിസ് യാ ഉമർ, ഉമറേ ഒന്നിരിക്ക്. ഫഅബാ ഉമറു അയജ്ലിസ, ഞാൻ ഇരിക്കണില്ല, എനിക്കിപ്പോ ഇരിക്കണ്ട എന്ന നിലപാടിൽ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഉറച്ചു നിൽക്കുകയാണ്. ഫലമ്മാ റആഹു ലാ യുൻസിതു, താൻ പറഞ്ഞത് കേൾക്കൂല എന്ന് കണ്ടപ്പോ അഖ്ബല അലന്നാസി, ജനങ്ങളുടെ അടുക്കിലേക്ക് ചെന്നിട്ട് ഫലമ്മാ സമിഉ കലാമഹു അഖ്ബലു അലൈഹി, എല്ലാവരും അബൂബക്കർ റളിയല്ലാഹുവിന്റെ അടുക്കിലേക്ക് ഉമർ റളിയല്ലാഹുവിനെ മാറ്റി നിർത്തി അബൂബക്കർ റളിയല്ലാഹു എന്താണ് പറയുന്നത് എന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി ചെന്നപ്പോ ഫഹമിദ അബൂബക്കർ, ഹംദും സ്വലാത്തൊക്കെ ചൊല്ലാൻ തുടങ്ങി. വഅസ്ന അലൈഹി, അല്ലാഹുവിനെ പുകഴ്ത്തി സ്വലാത്ത് ചൊല്ലി. സുമ്മ ഖാൽ അമ്മാ ബഅദ് അയ്യുഹന്നാസ് മൻ കാന മിൻകും യഅബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്, ആർക്കെങ്കിലും മുഹമ്മദിനോടാണ് ആരാധനാ ഭ്രമമെങ്കിൽ ആ മുഹമ്മദ് മരിച്ചിരിക്കുന്നു. വമൻ കാന മിൻകും യഅബുദുല്ലാഹ്, അല്ലാഹുവിനെ ആരാധിച്ചുകൊണ്ടാണ് ഇത്രയും കാലം നിങ്ങൾ ഈ ദീനിൽ ഉറച്ചു നിന്നതെങ്കിൽ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്, അല്ലാഹ് എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, അവൻ മരിക്കാത്തവനാണ്. വഖാൽ വഖറഅ, എന്നിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഓതാൻ തുടങ്ങി. എന്താ ഓതിയത്? വിശുദ്ധ ഖുർആനിലെ 143 144 ഓതാണ്. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ, ഈ മുഹമ്മദ് ഒരു പ്രവാചകനല്ലാതെ മറ്റാരുമല്ലല്ലോ. ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ അഫഇമ്മാ തൗ ഖുതിലൻ ഖലബതും അലാ അഖാബികും വമൻ യൻഖലിബ് അലാ അഖിബൈഹി ഫലൻ യദുറല്ലാഹ ശൈആ വസയജ്സില്ലാഹു ശാകിരീൻ. എല്ലാവരും നിൽക്കുന്നിടത്തണ്ട് ഇരുന്നിട്ട് ഒന്നുകൂടിയും കരഞ്ഞ് കണ്ണുനീരൊക്കെ തുടച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, വല്ലാഹി ലകഅന്ന الناس ലം യഅലമു അന്ന അല്ലാഹ അൻസല ഹാദിഹിൽ ഹായ ഹത്താ തലാഹാ അബൂബക്കർ. ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴും അബൂബക്കർ റളിയല്ലാഹു അൻഹു ഈ ആയത്ത് ഓതുന്നത് വരെ ഈ ആയത്ത് തന്നെ ഇറങ്ങിയത് ആരും മനസ്സിക്ക് വന്നില്ല. ഇങ്ങനൊരു ആയത്തുണ്ടല്ലോ എന്ന് മനസ്സിക്ക് വരെ അപ്പ ആയത്ത് ഇറങ്ങിയ പോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. പക്ഷെ ഞങ്ങൾക്കൊക്കെ അറിയാം ഇങ്ങനെ ഒരു ആയത്തുണ്ട്, മുമ്പ് ഇറങ്ങിയതാന്നൊക്കെ അറിയാം. പക്ഷേ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഓതുന്നത് വരെ ഞങ്ങൾ മനസ്സിലേക്ക് ആ ആയത്തുകൾ വന്നില്ല. ഫതലഖാഹ الناس മിൻഹു കുല്ലുഹും, എല്ലാവരും ഏറ്റണം ഓതാൻ തുടങ്ങി.
വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ എന്ന ആയത്ത് സ്വഹാബികളെല്ലാം ഓതാൻ തുടങ്ങി. ഫമാ അസ്മഉ ബശറൻ മിനൻ നാസി ഇല്ലാ യത്ലൂഹാ. ഓതാത്ത ഒരാളും അവിടെ പിന്നെ ഉണ്ടായിരുന്നില്ല. എല്ലാവരും ആയത്ത് ഓതുകയാണ്. ഖാല ഉമർ. ഇത് കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫവല്ലാഹി, അല്ലാഹു ആണ് സത്യം, മാ ഹുവ ഇല്ലാ അൻ സമിഅതു അബൂബക്കറിൻ തലാഹ. ഇങ്ങനെ ഒരു ആയത്ത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. എന്റെ മനസ്സിൽ ഇങ്ങനത്തെ ഒരു ആയത്ത് തന്നെ വന്നിട്ടില്ല. വഅലിംതു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് മാത്. വല്ലാഹി, പടച്ചവനാണ് സത്യം, അല്ലാഹുവിന്റെ റസൂൽ മരിച്ചു എന്ന് എനിക്ക് മനസ്സിലായി എന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ആ സമയത്ത് പറയുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, സന്ദർഭോചിതമായ ഒരു ഖുത്ബയും ഇടപെടലുമായിരുന്നു ആ സമയത്ത് ബാപ്പ നടത്തിയത്. ആ സമയത്ത് വന്നത് പറഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ കുറെ പ്രയാസങ്ങൾ ഉണ്ടാകുമായിരുന്നു എന്ന് മഹാനായ മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത് ഹദീസുകളിൽ സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സ്വഹീഹായ ഹദീസാണ്. ഞാൻ പറഞ്ഞത് ഈ ഒരു ആയത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഇന്ന് നമ്മൾ വിശദീകരിക്കുന്ന ആയത്തിന്റെ അവസാന ഭാഗമാണ്. എന്താണ്? വമാ കാനൂ ഖാലിദീൻ. ആ പ്രവാചകന്മാർ നിത്യജീവികളല്ല കേട്ടോ, എപ്പോഴും താമസിക്കുന്നവരല്ല കേട്ടോ, എപ്പോഴും ഉണ്ടാവുകയില്ല കേട്ടോ എന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ കാര്യം പഠിപ്പിച്ചു തരികയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ആയത്തിന്റെ ആദ്യ ഭാഗം ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുകയും അതിന്റെ രണ്ടാം ഭാഗം പിന്നീട് വിശദീകരിക്കുകയും ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് 9ാമത്തെ ആയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നോക്കുക. സുമ്മ സദഖ്നാഹുമുൽ വഅദ ഫഅൻജയ്നാഹും വമൻ നശാഉ വഅഹ്ലഖ്നൽ മുസ്രിഫീൻ. സുമ്മ പിന്നീട്, സ്വദഖ്നാഹും നാം അവർക്ക് സത്യപ്പെടുത്തി കൊടുത്തു, അൽ വഅദ അവരോട് ചെയ്ത വാഗ്ദാനം സത്യസന്ധമാക്കി നമ്മൾ പുലർത്തി കൊടുത്തു എന്ന് അല്ലാഹു പറയാണ്. അവരോടുള്ള വാഗ്ദാനത്തിൽ നാം സത്യസന്ധത പാലിച്ചു. ആ ഭാഗമാണ് ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ പറയുന്നത്. അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് വാഗ്ദാനം വെച്ചാലും അത് സത്യസന്ധമായി പാലിക്കുന്നവനാണ്. ഇപ്പൊ നമ്മളൊക്കെ ഒരു വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാല് വാക്കുകൾ കൊടുക്കാൻ നമ്മൾ വളരെ മുന്നിലും പാലിക്കാൻ നമ്മൾ വളരെ പിന്നിലുമായിരിക്കും. നമ്മുടെ സാഹചര്യം കൊണ്ടാകാം, അല്ലെങ്കിൽ നമുക്ക് ആദ്യം അതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാകാം. സത്യസന്ധത കാണിക്കുക, വാക്ക് പാലിക്കുക, വാഗ്ദാനം പൂർത്തിയാക്കുക എന്നതൊക്കെ നല്ല സ്വഭാവമാണെങ്കിലും പലർക്കും അത് സാധിക്കാതെ പോവുകയാണ്. അങ്ങനെ പാലിക്കുന്ന ആളുകളെ നമ്മൾ ആദരിക്കും, ബഹുമാനിക്കുകയൊക്കെ ചെയ്യും അല്ലെ. വാക്കിലും പ്രവൃത്തിയിലും ഇടപാടിലുമൊക്കെ സത്യസന്ധത പാലിക്കണമെന്നും വാഗ്ദാനം ചെയ്താൽ അത് ലംഘിക്കരുത് എന്നും ഖുർആൻ ആവർത്തിച്ച് പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ചില ആളുകളൊക്കെ ബോധപൂർവം കുറെ വാക്കുകൾ അങ്ങോട്ട് വെക്കും, വാഗ്ദാനങ്ങൾ എന്നിട്ട് ലംഘിക്കും. ഇപ്പോ പൊതുവെ നമ്മൾ കാണുന്ന പരസ്യവാചകങ്ങളൊക്കെ അങ്ങനെയാണ്. പരസ്യത്തിൽ കാണുന്ന വസ്തുവും നമ്മൾ അതേ ഒരു വസ്തു വാങ്ങാൻ ചെന്നിട്ട് നമുക്ക് കിട്ടുന്ന വസ്തുവും വലിയ വ്യത്യാസം ഉണ്ടാകും അല്ലേ. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. വെറുതെ എങ്ങനെ തുടക്കുക, അപ്പൊ എല്ലാ പൊടിയും പോയിട്ട് പുതിയത് വാങ്ങിയതിലേറെ പുതിയതായി മാറുക. പക്ഷെ അത് ആ പരസ്യത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിങ്ങനെ തുടക്കുന്ന ഭാഗത്ത് കളർ ഇങ്ങനെ മാറി മാറി ഇങ്ങനെ വരും അല്ലെ. നമ്മൾ വാങ്ങി നടക്കുവോ? ഇല്ല. പരസ്യങ്ങൾ എന്നത് വെറും വാക്കുകളായി മാറുന്ന അവസ്ഥ ഇന്ന് സമൂഹത്തിൽ നമ്മൾ വല്ലാതെ കാണുന്നുണ്ട്. മറ്റു ചില ആളുകൾക്ക് ചിലപ്പോ കഴിവില്ലായ്മ കൊണ്ടോ വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ പൂർത്തിയാക്കാൻ പറ്റാത്ത സാഹചര്യം കൊണ്ടൊക്കെയാണെങ്കിൽ ഇത്തരം പരസ്യവാചകങ്ങളാകട്ടെ ബോധപൂർവം മനുഷ്യരെ പറ്റിക്കുന്ന ഇടങ്ങളായി മാറിയിട്ടുണ്ട്. പ്രജകൾക്ക് നൽകുന്ന മക്കൾക്ക് നൽകുന്ന മാതാപിതാക്കളുടെ ചില വാഗ്ദാനങ്ങൾ വെറുതെ പറയും, വാങ്ങിത്തരാം, അങ്ങനെയാക്ക അല്ലെ. പ്രജകൾക്ക് നൽകുന്ന ഭരണാധികാരികളുടെ വാഗ്ദാനങ്ങൾ വെറും വാക്കാണ്. എത്രയോ തവണ നമുക്കൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ടാകും. വിദ്യാർത്ഥികൾക്ക് മുന്നിൽ അധ്യാപകർ നൽകുന്ന വാഗ്ദാനങ്ങൾ ഒന്നും അക്ഷരാർത്ഥത്തിൽ പൂർത്തിയാക്കാൻ കഴിയാറില്ല എങ്കിൽ അല്ലാഹുവിന്റെ ഏറ്റവും മഹത്തായ ഗുണവിശേഷണങ്ങളിൽ ഒന്നാണ് അവൻ വാഗ്ദാനം ലംഘിക്കുകയില്ല. ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മിആദ്. ഖുർആൻ പല സ്ഥലങ്ങളിൽ ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. 13-ാം അധ്യായം സൂറത്തുർ റഅദിലെ 31-ൽ അല്ലാഹു പറഞ്ഞു, ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മിആദ്. തീർച്ചയായും അല്ലാഹു വാഗ്ദാനം ലംഘിക്കുകയില്ല. അല്ലാഹു വാഗ്ദാനം ലംഘിക്കുകയില്ല എന്ന കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആവർത്തിച്ച് പഠിപ്പിച്ചു തരുന്ന ഒരു കാര്യമാണ്.
ഇൻഷാ അല്ലാഹ് എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് അള്ളാഹു നമ്മുടെ മുന്നിൽ വെച്ചിട്ടുള്ളത്. ആ വാഗ്ദാനങ്ങളൊക്കെ എങ്ങനെയാണ് അവൻ സത്യസന്ധമായി പുലർത്തി കാണിച്ചു തന്നിട്ടുള്ളത്. വാഗ്ദാനം ലംഘിക്കുന്നവർക്ക് വരാൻ പോകുന്ന ശിക്ഷകൾ എന്തൊക്കെയാണ് എന്നും ആയത്തിന്റെ അടുത്ത ഭാഗവുമൊക്കെ പിന്നീട് നമ്മൾ വിശദീകരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല 4-ാം അധ്യായം സൂറത്തുൻ നിസായിലെ 122-ാമത്തെ ആയത്തിൽ പഠിപ്പിച്ചു, വല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് സനുദ്ഖിലുഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ അബദ, അവരതിൽ നിത്യവാസികളായിരിക്കും, താഴ്ഭാഗത്ത് അരുവികൾ ഒഴുകുന്ന സ്വർഗ്ഗത്തോപ്പുകളിൽ അവരെ പ്രവേശിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലാഹ് പറയാണ്, വഅദല്ലാഹി ഹഖ്ഖാ, അല്ലാഹുവിന്റെ വാഗ്ദാനം സത്യമാണ്, വമൻ അസ്ദഖു മിനല്ലാഹി ഖീല, സത്യസന്ധമായ വാക്ക് പറയുന്നവൻ അല്ലാഹുവിനേക്കാൾ നല്ലവൻ വേറെയുണ്ടോ? അല്ലാഹ് മാത്രമാണ് ഇത്ര സത്യസന്ധമായി കാര്യങ്ങൾ പറയുക ചെയ്യുക എന്ന് അള്ളാഹു ഖുർആനിലെ സൂറത്തു നിസായിലെ 122-ാമത്തെ ആയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇൻഷാ അല്ലാഹ് വിശ്വാസികൾക്ക് എന്ത് വാഗ്ദാനാണ് അള്ളാഹു പൂർത്തിയാക്കി കൊടുത്തത്, സത്യനിഷേധികൾക്ക് അല്ലാഹ് പറഞ്ഞ എന്ത് വാഗ്ദാനാണ് നടന്നത് എന്നൊക്കെ ആയത്തിന്റെ അടുത്ത ഭാഗത്തുണ്ട്. അത് നമ്മൾ പിന്നെ പറയും. ഇവിടെ എന്താണ് സുമ്മ, പിന്നീട് സ്വദഖ്നാഹും, നാം സത്യസന്ധത പുലർത്തി, അൽ വഅദ, വാഗ്ദാനത്തിൽ കരാറ് കൊടുത്തത് ഞാനത് പാലിച്ചു. പ്രവാചകന്മാരെ രക്ഷപ്പെടുത്താനും പ്രവാചകന്മാരെ നിഷേധിക്കുന്നവരെ ശിക്ഷിക്കാനുള്ള വാഗ്ദാനം ഞാനങ്ങ് പാലിച്ചു കാണിച്ചാണ് കൊടുത്തു. ഇതുവരെ പറഞ്ഞ കുറെ കാര്യങ്ങളില്ലേ, പ്രവാചകന്മാരെ നിഷേധിച്ചതിനെ സംബന്ധിച്ചും മറ്റൊക്കെ, അവരെ ശിക്ഷിക്കുകയും ചെയ്തു, പ്രവാചകന്മാരെ രക്ഷിക്കുകയും ചെയ്തു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പഠിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അതിന്റെ വിശദ വിവരങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ വിശദീകരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകന്മാരുടെ കൽപ്പനകൾ, പ്രത്യേകിച്ച് അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അധ്യാപനങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന സൽസ്വഭാവികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ നീ ഞങ്ങൾക്ക് പുറത്തു തരണം റഹ്മാനെ. നിന്റെ സ്വർഗം നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണം യാ അല്ലാഹ്. ഖുർആൻ നിരന്തരമായി പഠിക്കാൻ, പാരായണം ചെയ്യാൻ, അർത്ഥം മനസ്സിലാക്കാൻ, ആശയം ഉൾക്കൊള്ളാൻ, ഖുർആൻ കൊണ്ട് നിന്നിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കാൻ നീ ഞങ്ങളെ അനുഗ്രഹിക്കണം റഹ്മാനെ. ഖുർആനിനെ അവഗണിക്കുന്ന, ഖുർആനിനെ മാറ്റി നിർത്തുന്ന, ഖുർആൻ പാരായണം ഇല്ലാത്ത ദൗർഭാഗ്യവാന്മാരിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണം റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.